നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കുറേ ആളുകൾക്ക് ശേഷമാണ് ഹിറ്റുകളുടെ കഥ എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ സെഗ്മെൻറ്റിൽ ഒരു കഥ പറയുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ തൂവാനത്തുമ്പികളാണല്ലോ ഏറ്റവും വലിയ ചർച്ച. തൂവാനത്തുമ്പികളിലെ ജയകിഷൻ്റെ തൃശ്ശൂർ സ്ലാങ് അത് ശരിയായില്ല, മോഹൻലാലോ പത്മരാജനോ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് പറഞ്ഞ ഡയലോഗിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. മോഹൻലാൽ അതിന് മറുപടി പറഞ്ഞത്, അദ്ദേഹം ആരെയും ഹർട്ട് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്നോട് പപ്പേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂരുകാരും നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ എന്ന് ചോദിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ആ കാച്ചിയാലോ എന്ന് ചോദിച്ച ആൾ ജീവിച്ചിരിപ്പുണ്ട് തൃശ്ശൂർ. ഉണ്ണിമേനോൻ എന്ന് പറഞ്ഞ പെരുവല്ലൂർ ഉള്ള ഉണ്ണിമേനോൻ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിനെ മോഡലാക്കിക്കൊണ്ടാണല്ലോ ജയകൃഷ്ണനെ ഉണ്ടാക്കിയത് പത്മരാജൻ. പെരുവല്ലൂർ ഉണ്ണിമേനോൻ വക്കീൽ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് അറിയാൻ സാധ്യത കുറവാണ്. എന്നാൽ മണ്ണാർതൊടി ജയകൃഷ്ണനെ അറിയാത്ത മലയാളി ഉണ്ടാവില്ല എന്നുള്ളതും പരമമായ സത്യമാണ്. ജീവിതത്തെ ആഘോഷമാക്കിയ മണ്ണാർതൊടി ജയകൃഷ്ണനെ ഉദകപ്പോള എന്ന നോവലിലൂടെയും തൂവാനത്തുമ്പുകൾ എന്ന സിനിമയിലൂടെയും പി പത്മരാജൻ അനശ്വരമാക്കിയ കഥാപാത്രമാണ്. പുതിയടത്ത് ഉണ്ണിമേനോനെ VK-നും വൈക്കം മുഹമ്മദ് ബഷീറും ഒക്കെ വിളിച്ചിരുന്നത് ഊമേനോൻ എന്നായിരുന്നു. ഉണ്ണിമേനോൻ്റെ ഇണ്ണ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഊമേനോൻ എന്നാണ് വിളിച്ചിരുന്നത്. സാഹിത്യകാരന്മാരെ സാഹിത്യം കൊണ്ടും മദ്യപന്മാരെ മദ്യം കൊണ്ടും സത്കരിക്കുകയും സൗഹൃദത്തിലാക്കുകയും ചെയ്ത ഉണ്ണിമേനോൻ. നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ എന്ന് തൂവാനത്തുമ്പളിയിൽ ജയകൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ണിമേനോൻ്റെ സ്നേഹക്ഷണമായിരുന്നു. ഉണ്ണിമേനോൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവവികാസങ്ങൾ ഒരു സിനിമയിലോ ഒരു നോവലിലോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നത്ര ആയിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ വായിച്ചു. ഇങ്ങനെ നമ്മൾ ദേവാസുരമാണല്ലോ, ദേവാസുരത്തെക്കുറിച്ചാണല്ലോ നമ്മളെപ്പോഴും സംസാരിക്കാറ്. പക്ഷേ ദേവാസുരത്തിലെ നീലകണ്ഠനൊന്നും അല്ല ജയകൃഷ്ണൻ്റെ യഥാർത്ഥ നാമധേയധാരിയായ ഉണ്ണിമേനോനെക്കുറിച്ച്, അഡ്വക്കേറ്റ് ഉണ്ണിമേനോനെക്കുറിച്ച് പറഞ്ഞാൽ ഇനിയും വേണമെങ്കിൽ ഒരു 5 സിനിമ ചെയ്യാം. അത്രയും സംഭവബഹുലമായ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ തന്നെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ കഥയുണ്ട്. പെരുവല്ലൂരിലെ വക്കീൽ കുഞ്ഞനുണ്ണി പണിക്കരുടെയും പത്മാവതി അമ്മയുടെയും മകൻ വളർന്നത് പേരും പ്രശസ്തിയുമുള്ള തറവാട്ടിലായിരുന്നു. രാജകുമാരനായി തന്നെയാണ് അദ്ദേഹത്തെ വളർത്തിയത്. കാരണം അദ്ദേഹത്തിൻ്റെ വേറൊരു സഹോദരൻ, മൂത്ത സഹോദരൻ ഉണ്ടായിരുന്ന ആ കാലത്തിൽ മരിച്ചുപോയി. അങ്ങനെ ഏകസന്താനമായപ്പോൾ അദ്ദേഹത്തെ രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. വളർച്ചയ്ക്കൊപ്പം വികൃതിയും ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇവിടേക്കാണ് ആൾ ഇന്ത്യ റേഡിയോയിലെ ഉദ്യോഗസ്ഥനായി, തൃശ്ശൂർ നിലയത്തിൽ ഉദ്യോഗസ്ഥനായി ചെറുകഥകൾ എഴുതിക്കൊണ്ടിരുന്ന പി പത്മരാജൻ്റെ കടന്നുവരവ്. കോളേജ് പഠനകാലത്ത് പ്രേമിച്ച ഒരു പെൺകുട്ടി ഉണ്ണിമേനോനുണ്ടായിരുന്നു. നീണ്ട കണ്ണുകളും വട്ടമുഖമുള്ള ജയകൃഷ്ണൻ്റെ രാധയെപ്പോലൊരു പെൺകുട്ടി. ജീവിതത്തിൽ ഉള്ളിൽ തട്ടിയ പ്രേമം അവളോട് മാത്രം തോന്നി. ഉഷ എന്നായിരുന്നു അവളുടെ പേര്. അവളെ തന്നെ ഉണ്ണിമേനോൻ ജീവിത സഖിയാക്കിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സൗഹൃദങ്ങൾ ജീവിത വഴിയിൽ പല വഴി പിരിഞ്ഞു പോയപ്പോൾ ഉണ്ണിമേനോൻ ഭാഗ്യം തേടി ഗൾഫിലേക്ക് പറന്നു, ദുബായിലേക്ക് പറന്നു. ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഒരു നാൾ അദ്ദേഹത്തിനെ തേടി പി പത്മരാജൻ്റെ ഒരു കത്ത് വന്നു. ഉദകപ്പോള എന്ന തൻ്റെ രചനയെക്കുറിച്ചാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. കഥയായി തന്നെ മേനോൻ ഉദകപ്പോള വായിച്ചു. തൂവാനത്തുമ്പി ആയപ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്രീനിലും കണ്ടു. തൻ്റെ ജീവിതയാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ജോർജും തങ്ങളും ഉൾപ്പെടെയുള്ളവരെ സ്ക്രീനിൽ കണ്ട് ഉണ്ണിമേനോൻ എന്ന് പറയുന്ന വക്കീൽ അത്ഭുതത്തോടെ കണ്ടിരുന്നു. പ്രീമിയർ ലോഡ്ജിൻ്റെ വാതിൽക്കൽ ബ്രോക്കർ തങ്ങളോടൊപ്പം ഏതോ രാത്രി തേടിയിറങ്ങിയ കൊല്ലുന്നതിനെയുള്ള പെൺകുട്ടിയാകണം പത്മരാജൻ ക്ലാരയാക്കി മാറ്റിയത് എന്നാണ് ഉണ്ണിമേനോൻ പറയുന്നത്. പത്മരാജനുമായി തുടങ്ങിയ സ്നേഹം പത്മരാജൻ്റെ മരണം വരെ ഉണ്ണിമേനോൻ എന്താ പറയുക, അഭുങ്കരം തുടർന്നു എന്ന് തന്നെ പറയാം.
പത്മരാജ സാറിനെ ഞാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് കണ്ടിട്ട് ഞാൻ പരിചയപ്പെടാൻ പോയിട്ടില്ല. അദ്ദേഹം കറുത്ത പാൻറ്റും ചുവന്ന ഉടുപ്പ്, ചുവപ്പെന്ന് പറഞ്ഞാൽ കട്ട ചുവപ്പ് ഉടുപ്പും ഇട്ട് കയ്യിൽ സിഗരറ്റുമായിട്ട് ഇങ്ങനെ ആ ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു ധൈര്യക്കുറവ് അദ്ദേഹത്തെ പോയി കാണും. പക്ഷേ ഞാൻ ദൂരെ നിന്ന് കൊതി തീരും വരെ പത്മരാജ സാറിനെ നോക്കി നിന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാനൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പത്മരാജ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയേനെ. പക്ഷേ എന്തോ ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ പോകാൻ ഒരു പേടിയായിരുന്നു. ഇപ്പോൾ അനന്തപത്മനാഭനുമായിട്ട് ഞാൻ നല്ല ബന്ധം, ഹായ് ഹായ് ബന്ധം, എവിടെ വെച്ച് കണ്ടാലും എന്തെങ്കിലും. പക്ഷേ അതിനേക്കാളും രാധാലക്ഷ്മി ചേച്ചിയായിട്ട് നല്ല ബന്ധമുണ്ട്. പത്മരാജൻ്റെ പുകവലിയെപ്പറ്റി, ആ പുകവലിയിലെ ചന്തത്തെപ്പറ്റി മകൻ അനന്തപത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ പുസ്തകം അച്ഛനെക്കുറിച്ച് അനന്തപത്മനാഭൻ എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കണം. നല്ല പുസ്തകം, നല്ല രസകരമായി പപ്പൻ അത് എഴുതിയിട്ടുണ്ട്. എത്ര കലാപരമായാണ് ആ കൈകളിൽ സിഗരറ്റ് പുകഞ്ഞിരുന്നത് എന്നാണ് അനന്തപത്മനാഭൻ പറയുന്നത്. അച്ഛൻ സിഗരറ്റ് ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ അതിന് വരുന്ന അവാച്യമായ ഒരു സൗന്ദര്യമുണ്ട്. കാരണം സമ്പന്നമായ താടിയല്ലേ, കറുത്ത താടിയല്ലേ, ആ താടിക്കിടയിൽ വിൽസിൻ്റെ വെള്ള സിഗരറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവാച്യമായ ഒരു സൗന്ദര്യമുണ്ട്. പുക ഊതി വിടുന്നതിലെ അലസ രാജമുദ്ര, താടി രോമങ്ങൾക്കിടയിലൂടെ പുക ഒഴുകി നിറയുമ്പോൾ ഒരു ഈശ്വര പരിവേഷം ആ മുഖത്തിന് ചുറ്റും. AARൽ ജോലി കിട്ടുന്നതുവരെ പത്മരാജൻ പുക വലിച്ചിരുന്നില്ല. തൃശ്ശൂർ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി എത്തുമ്പോഴാണ് പുകവലിയുടെ തുടക്കം ആരംഭിക്കുന്നത്. കാരണം ഈ ഉണ്ണിമേനോനും സംഘമാണല്ലോ ഗ്യാങ്ങിൽ. ഗുരു ഉണ്ണിമേനോൻ അല്ലെങ്കിൽ തൂവാനുത്തുമ്പിളിലെ ജയകിഷൻ. അരപ്പട്ടകെട്ടി ഗ്രാമത്തിലെ സക്രിയയുടെ പ്രതിരൂപമായ കൂത്താട്ടുകുളക്കാരൻ ഗീവർഗീസ് എന്ന വർക്കിയുടെ മുറിയിൽ വച്ചാണ് 19കാരനായ പത്മരാജനെ ഉണ്ണിമേനോൻ ആദ്യമായി കാണുന്നത്. ഉണ്ണിമേനോനാണ് പത്മരാജൻ്റെ കൈകളിലേക്ക് സിഗരറ്റ് വെച്ചു കൊടുത്തത്. ആദ്യം കുറച്ച് ചുമച്ചപ്പോൾ സാരമില്ല, ഇനി ഇതങ്ങ് ശീലമായിക്കോളുമെന്ന് പ്രോത്സാഹിപ്പിച്ച മനുഷ്യനായിരുന്നു ഉണ്ണിമേനോൻ. കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ അനുജനും കൂടി തിരുവനന്തപുരത്തൊക്കെ കാച്ചിലെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു കിഴങ്ങുണ്ടല്ലോ കാച്ചിൽ. ഈ കാച്ചിൽ വിളഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ വള്ളി ഉണങ്ങും. ആ വള്ളി ഉണങ്ങിയാൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അതിനകത്തൊരു ഹോളുണ്ട്. അതിൽ തീ കത്തിച്ചിട്ട് കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ അനുജനും കൂടെ പുക വലിച്ചു അതിൽ, ഈ കാച്ചിൽ വള്ളിയിൽ. എൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഞാൻ തലകുത്തി മറിഞ്ഞു ചുമച്ച്. സത്യം പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. പിന്നെ ഞാൻ ഒരിക്കലും കാച്ചിൽ വള്ളിയും ചുണ്ടിൽ വെച്ചിട്ടില്ല, സിഗരറ്റും വച്ചിട്ടില്ല. 10-25 വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിമേനൻ്റെ സിഗരറ്റ് വലി പത്മരാജൻ നിർബന്ധിച്ച് അവസാനിപ്പിച്ചു. അതാണ് വിരോധാഭാസം. പത്മരാജനെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ച ഉണ്ണിമേനോനെ ഒരു 10-25 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇനി വലിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ പത്മരാജൻ ആ ശീലം അവസാനിപ്പിച്ചതേയില്ല. വിൽസ് വലിച്ചിരുന്ന പത്മരാജൻ വീട്ടിലും ഓഫീസിലും ലൊക്കേഷനിലും മുതുകുളത്ത് തറവാട്ടിൽ അമ്മയുടെ മുന്നിലുമൊക്കെ സമ്പന്നമായിരുന്നു വലിക്കുമായിരുന്നു. ഒരിക്കൽ പോലും മകനോട് വലിക്കരുതെന്ന് ആ അമ്മ പറഞ്ഞിട്ടില്ല. ഇനി നിർത്തൂന്ന് രാധാലക്ഷ്മി പറയുമ്പോൾ കണ്ണടച്ച് ഒരു കള്ളച്ചിരി ചിരിക്കുമായിരുന്നു എന്നാണ് അനന്തപത്മനാഭൻ എഴുതിയിരിക്കുന്നത്. പത്മരാജൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുൻപൊരു സൈലൻ്റ് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് അറിഞ്ഞിരുന്നോ എന്ന് ആർക്കും അറിയില്ല. സന്തത സഹചാരികൾക്കും അക്കാര്യം അറിയില്ല. ആരെയും അറിയിക്കാതെ അദ്ദേഹം മൂടി വച്ചതാണോ എന്നതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. യുവത്വം സൂക്ഷിക്കുന്ന കഥാകാരൻ രോഗിയായെന്ന് മറ്റുള്ളവർ അറിയണ്ട എന്ന് ചിന്തിച്ചിരിക്കാൻ ചിലപ്പോൾ. ഞവരയ്ക്കൽ തറവാടിന് ഒരു ശാപമുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. ആൺകുട്ടികൾ ആരും 50 വയസ്സ് തികയ്ക്കില്ല എന്നുള്ളതാണ്. പത്മരാജൻ്റെ 2 സഹോദരന്മാർ 40 വയസ്സിലും 46-ാമത്തെ വയസ്സിലും വിട പറഞ്ഞവരാണ്. 45-ാമത്തെ വയസ്സിൽ പത്മരാജനും പോയി. ഇവിടെ പറയാമോ എന്നെനിക്കറിയില്ല. ഇങ്ങനെ ഒരു തറവാട്ടിൽ സഹോദരങ്ങളെല്ലാം 50 വയസ്സിന് മുമ്പ് മരണപ്പെട്ടു പോവുകയും ഇനി ജീവിച്ചിരിക്കുന്ന ഒരു ഏക ആൺതരി, പത്മരാജൻ്റെ ഒരു സഹോദരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഒരാൺതരി ജീവിതം എന്താ പറയുക വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് വേണ്ടി നടത്താവുന്ന മൃത്യുഞ്ജയ ഹോമമടക്കം എല്ലാം നടത്തി. അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം ഈ ചെറുപ്പക്കാരന് വേണ്ടി കാത്തിരിക്കുന്നൊരു മനോഹരമായ കഥ നമ്മുടെ സ്പാഡികമൊക്കെ എഴുതിയ ഡോക്ടർ രാജേന്ദ്ര ബാബു ഉണ്ടാക്കി.
ഹരികുമാർ സാറായിരുന്നു അത് സംവിധാനിച്ചാനിരുന്നത്. അപ്പോൾ പത്മരാജൻ കണ്ടെത്തിയ ജയറാമിനെ കൊണ്ട് ആ വേഷം ചെയ്യിക്കാൻ തീരുമാനിച്ചു. സത്യത്തിൽ ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഒരു നോട്ടബിൾ സിനിമ ആയേനെ. അപ്പോൾ ജയറാമിനോട് കഥ പറഞ്ഞു. ഇൻ്റർവെൽ ആകുന്നതുവരെയുള്ള കഥ പറഞ്ഞപ്പോൾ ജയറാം പറഞ്ഞു, ഇനി കേൾക്കണ്ട, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു. അങ്ങനെ സിനിമയുടെ പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ നായകൻ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഹരികുമാർ തിരുവനന്തപുരത്തേക്കും രാജേന്ദ്രബാബു ചെന്നൈക്കും പോയി. ഹരികുമാർ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ജയറാം ഫോൺ ചെയ്യുന്നു, സാർ ആ സബ്ജക്റ്റ് നമുക്ക് വേണ്ട സാർ, നമുക്ക് വേറെ ഏതെങ്കിലും ചെയ്യാം. അത് ചോക്കൂ, ഒരു നല്ല സിനിമ ആയെന്നെ. അങ്ങനെ ജയറാം ആ വേഷം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ ജയറാമിന് വേണ്ടി ഉണ്ടാക്കിയതാണ് സ്വയംവര പന്തൽ, ശ്രീനിവാസൻ്റെ തിരക്കഥ. പ്രണയിക്കുന്നവർക്ക്, പ്രണയിച്ച് കൊതി തീരാത്തവർക്ക്, ഇപ്പോഴും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പി പത്മരാജൻ എന്ന പ്രണയ ഗന്ധർവൻ തന്ന സോമരസമാണ് തൂവാനത്തുമ്പികൾ എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ആരും തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തൂവാനത്തുമ്പികളെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ബിജു മേനോൻ, നടൻ ബിജു മേനോൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ DSP, അദ്ദേഹം തൃശ്ശൂർ പോലീസ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹമായിരുന്നു തൂവാനത്തുമ്പികളുടെ ലൊക്കേഷൻ മാനേജർ. അദ്ദേഹം നടനാണ്, പക്ഷേ അവരുടെ കൂടെ ആഘോഷ കമ്മിറ്റി ആയിട്ട് പങ്കെടുക്കും. അതുപോലെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായിരുന്നു ഈ ബാലകൃഷ്ണപിള്ള. നമ്മുടെ നടൻ ജഗന്നാഥ വർമ്മയ്ക്ക് ഗുരുസ്ഥാനീയനായിരുന്നു ബാലകൃഷ്ണപിള്ള. ക്യാമറാമാൻ വേണു ആയിരുന്നു തൂവാനത്തുമ്പികളുടെ ക്യാമറാമാൻ. പക്ഷേ അദ്ദേഹത്തിന് വേറെ ഏതോ വർക്കുമായി ബന്ധപ്പെട്ട് ഈ പടത്തിൽ സഹകരിക്കാൻ കഴിഞ്ഞില്ല. പകരം ആദ്യത്തെ ഒരു ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമ്മുടെ വിൻസെൻ്റ് മാഷിൻ്റെ മകൻ ജയനാൻ വിൻസെൻറ്റിനെ ഏൽപ്പിച്ചു. അങ്ങനെ തൂവാനത്തുമ്പികളുടെ ആദ്യത്തെ ഒരു ഷെഡ്യൂൾ ചെയ്തത് ജയനാൻ വിൻസെൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടോ ജയനാൻ വിൻസെൻറ്റും പി പത്മരാജനുമായിട്ടുള്ളൊരു കെമിസ്ട്രി നന്നായില്ല. രണ്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങുമ്പോഴും അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത അവസ്ഥയാണ് ആൾക്ക് വേണുവിന്. എന്നാൽ ജയനാൻ വിൻസെൻറ്റിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ എന്തോ പത്മരാജ സാറിന് ഒരു വൈഷമ്യം. ഇതറിഞ്ഞ വിൻസെൻ്റ് മാഷ് നേരിട്ട് പത്മരാജ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇളയ മകൻ അജയൻ നന്നായിട്ട് വർക്ക് ചെയ്യും, ഞാൻ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്ന ക്യാമറമാനാണ്, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം. ജയനാൻ ചെയ്തു വെച്ച് പോയതാകുമ്പോൾ അയാളുടെ ലൈറ്റിംഗ് പാറ്റേണൊക്കെ അജയൻ അറിയാം, ബാക്കി ഉള്ള ഭാഗം അജയനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വിൻസെൻ്റ് മാഷ് പറഞ്ഞപ്പോൾ പത്മരാജ സാറല്ലേ, അദ്ദേഹം ഒരിക്കലും തള്ളി പറഞ്ഞില്ല. അങ്ങനെ അജയനാണ് ആ സിനിമയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഷെഡ്യൂൾ വർക്ക് ചെയ്തത്. അത് വിൻസെൻ്റ് മാഷ് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. പക്ഷേ അജയൻ നല്ല പത്മരാജനുമായിട്ട് മാനസിക പൊരുത്തമുള്ള ആളായിരുന്നു. തൂവാനത്തുമ്പികളുടെ സെറ്റിൽ ക്ലാരയാകാൻ വന്ന സുമലതയോടൊപ്പം കൂട്ടുവന്നത് അവരുടെ അനുജത്തിയായിരുന്നു. ഇവരെല്ലാം ഒരു ഹോട്ടലിലാണല്ലോ താമസിക്കുന്നത്. അവിടെ ഈ സുന്ദരനായ അജയൻ രാവിലെ മോർണിംഗ് വാക്കും എക്സസൈസും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് എന്താണെന്നറിയില്ല, എവിടെയൊക്കെയോ ഒരു സൂചനകൾ അനന്തപത്മനാഭൻ എഴുതിയ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും തൂവാനത്തുമ്പികളുടെ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട സുമലതയുടെ അനുജത്തിയെ അജയൻ വിവാഹം കഴിച്ചു. സമകാലികരായ സാഹിത്യ, രാഷ്ട്രീയ, സിനിമാ മേഖലയിലെ ഏതാണ്ട് എല്ലാ പ്രമുഖരോടൊപ്പവും ഉണ്ണിമേനോൻ സുഹൃത്തായിരുന്നു. ചെമ്മീൻ ചിത്രീകരിക്കുമ്പോൾ ആദ്യ അവസാനം കാര്യേട്ടനൊപ്പം ഉണ്ണിമേനോൻ കൂടെ ഉണ്ടായിരുന്നു. കാര്യേട്ടൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഭരതൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു. പിന്നെ പത്മരാജൻ്റെ ഞാൻ പറയണ്ടല്ലോ. വക്കം മുഹമ്മദ് ബഷീർ, VKN, ഉറൂബ്, MT, ശോഭന പരമേശ്വരൻ നായർ, പ്രേം നസീർ, സത്യൻ, മധു, സുകുമാരൻ, K കരുണാകരൻ, VM സുധീരൻ, KP വിശ്വനാഥൻ, ഉമ്മൻചാണ്ടി അടക്കം ഈ ഉണ്ണിമേനോൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കേരളവർമ്മയിൽ നിന്നും മലയാളം BA കഴിഞ്ഞ ശേഷം ഉണ്ണിമേനോൻ എറണാകുളം ലോ കോളേജിൽ ചേർന്നു. നിയമബിരുദം നേടുന്ന എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു ഉണ്ണിമേനോൻ്റെ ക്ലാസ്മേറ്റ്. കുറച്ചു കാലം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് 1975 എന്ന് പറയുമ്പോൾ 48 വർഷമായി, 48 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 1975 ഉണ്ണിമേനോൻ ദുബായിലേക്ക് പറന്നു. 6-7 വർഷം മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഉണ്ണിമേനോൻ പറഞ്ഞത്, സിലോൺ ലോഡ്ജിൽ വെച്ചാണ് പത്മരാജനെ ആദ്യം പരിചയപ്പെടുന്നത്. പരിചയം സൗഹൃദമായി വളർന്നു. പത്മരാജൻ രാധാലക്ഷ്മിയെ പ്രണയിക്കുന്ന സമയത്താണ് ഉണ്ണിമേനോൻ ഉഷയെ പ്രണയിക്കുന്നത്.
രണ്ടുപേരും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. വീട്ടുകാരുടെ എതിർപ്പുകൾ രണ്ട് ചങ്ങാതിമാർക്കും ഉണ്ടായി. എതിർപ്പുകളെ അവഗണിച്ച് പത്മരാജൻ രാധാലക്ഷ്മിയെയും ഉണ്ണിമേനോൻ ഉഷയെയും ജീവിത സഖികളാക്കി. ഗൾഫിൽ നിന്നും നാട്ടിൽ വരുമ്പോൾ മേനോൻ തിരുവനന്തപുരത്ത് വന്ന് പി പത്മരാജനെ കാണുമായിരുന്നു. ഒരിക്കൽ കോവളം കടപ്പുറത്ത് സംസാരിച്ചിരിക്കുമ്പോൾ പത്മരാജൻ പറഞ്ഞു, ദേ ഈ കാണുന്ന കടലിൽ എൻ്റെ കൺമുന്നിൽ വച്ചാണ് രണ്ട് ചെറുപ്പക്കാർ മുങ്ങി മരിച്ചത്. അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ഇല്ല എന്ന് പറയുമ്പോൾ പത്മരാജൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ സംഭവം പിന്നീട് ഒരുപാട് പേരെ കരയിച്ച മൂന്നാം പക്കം എന്ന സിനിമയാക്കി പത്മരാജൻ. തൂവാനത്തുമ്പികൾ കണ്ട ഉണ്ണിമേനോൻ അത്ഭുതപ്പെട്ടു പോയി. മണ്ണാർതൊടി ജയകൃഷ്ണൻ ഉണ്ണിമേനോൻ്റെ 95% എന്താ പറയുക കെട്ടിയാടിയ വേഷമായിരുന്നു. അതിലാണ് അദ്ദേഹത്തിന് അത്ഭുതം തോന്നിയത്. പത്മരാജൻ എന്നെ അത്ര കൃത്യമായിട്ടാണ് നിരീക്ഷിച്ചിരുന്നത് എന്ന് ഉണ്ണിമേനോന് മനസ്സിലായത് തൂവാനത്തുമ്പികൾ കണ്ടപ്പോഴാണ്. കാരണം അദ്ദേഹം ജീവിതത്തിൽ കാണിച്ച എല്ലാം ജയകൃഷ്ണൻ സ്ക്രീനിൽ കാണിച്ചു. പത്മരാജൻ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ അനുസരിച്ചാണ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും ഒരു നടൻ എങ്ങനെ എന്നെ ഇത്ര ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട് എന്നാണ് ഉണ്ണിമേനോൻ പറയുന്നത്. അവിടെയൊക്കെയാണ് ഒരു ദൈവ സാന്നിധ്യമൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ സംഭവിക്കുന്നതാണ്, അത് ആരങ്ങനെ ചെയ്യിക്കുന്നു എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ഉണ്ണിമേനോൻ പറയുന്നു, പത്മരാജൻ പറഞ്ഞു കൊടുത്ത ഒരു ക്യാരക്ടർ വെച്ച് ജയകൃഷ്ണനായിട്ട്, മണ്ണാർതൊടിയിലെ ജയകൃഷ്ണനായിട്ട് മോഹൻലാൽ അഭിനയിച്ചു. പക്ഷേ എന്നെ അതിശയിപ്പിക്കും വിധം ഞാനായിട്ട് പകർനാട്ടം നടത്തി എന്ന് തന്നെയാണ് ഉണ്ണിമേനോൻ പറയുന്നത്. മോഹൻലാൽ എന്നെ കണ്ടിട്ടില്ല, പക്ഷേ അതിൽ അശോകനെ ഒരു സ്ത്രീക്കൊപ്പം മുറിയിലാക്കി വാതിലടച്ച് തിരിച്ചു വരുന്ന രംഗത്തിലെ മുഖഭാവമൊക്കെ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാർക്കറ്റിൽ പോകുമ്പോൾ സഞ്ചി പിടിക്കുന്ന രീതിയും എന്തെങ്കിലും കള്ളത്തരം കാട്ടുമ്പോഴുള്ള തലയാട്ടലും എല്ലാം ഞാൻ ചെയ്യുന്ന പോലെ ആയിരുന്നു എന്നാണ് മോഹൻലാലിൻ്റെ ജയകൃഷ്ണനായിട്ടുള്ള പകർനാട്ടത്തെക്കുറിച്ച് ഉണ്ണിമേനോൻ പറയുന്നത്. സുഹൃത്തുക്കൾക്ക് ഒപ്പം മദ്യപിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ജയകൃഷ്ണൻ ഒറ്റ മുങ്ങുമല്ലോ ആ സിനിമയിൽ. ഞാനും അതുപോലെ തന്നെയായിരുന്നു. സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് മുങ്ങി വീട്ടിലായിരിക്കും പൊങ്ങുന്നത്. മോഹൻലാലിനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. ലാലും എന്നെ കാണണമെന്ന ആഗ്രഹം ആരോടൊക്കെയോ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയിലെ പോലെ അവസാനിയായ ജീവിതമല്ല ഉണ്ണിമേനോൻ്റെത്. അതാണ് എനിക്കിത് കേട്ടപ്പോൾ ഏറ്റവും വിഷമം തോന്നിയത്. ഈ പ്രോഗ്രാം മോഹൻലാലിന് വേണ്ടപ്പെട്ട ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതുകൊണ്ട് വേണ്ട, ഇപ്പോൾ പി കെ പിള്ളയെ കണ്ടില്ല, ടി പി മാധവനെ കണ്ടില്ല, അതൊക്കെ പോട്ടെ. പക്ഷെ മണ്ണാർതൊടിയിലെ ജയകൃഷ്ണനെ മറക്കാത്ത മോഹൻലാലിനെ മറക്കാത്ത മണ്ണാർതൊടിയിലെ ജയകൃഷ്ണനായ ഉണ്ണിമേനോൻ ജീവിതത്തിൻ്റെ വാർദ്ധക്യ സഹജമായ എല്ലാ പരിമിതികളോടും കൂടി തൃശ്ശൂർ ജീവിക്കുന്നു. കഴിയുമെങ്കിൽ തൃശ്ശൂർ വഴി പോകുമ്പോൾ മോഹൻലാൽ അഡ്വക്കേറ്റ് ഉണ്ണിമേനോനെ കാണണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ സിനിമയിലെ പോലെ തന്നെ ശുഭപരിവാസേനയായ ജീവിതമല്ല ഉണ്ണിമേനോൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രണയിനിയെ വിവാഹം കഴിച്ചു, ഉഷയെ തന്നെ വിവാഹം കഴിച്ചു. 2 ആൺമക്കളുണ്ടായി. 2 ആളും അസുഖം വന്ന് മരിച്ചു. അതോടെ ഉണ്ണിമേനോൻ തകർന്നു എന്ന് പറയണ്ടല്ലോ. അതിനുശേഷം സുഹൃത്തുക്കളിൽ നിന്നെല്ലാം അകന്ന് ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് ഇന്ന് തൃശ്ശൂരിൽ അദ്ദേഹവും ഭാര്യയുമായിട്ട് നയിക്കുന്നത്. യോഗയും മെഡിറ്റേഷനുമായി തൃശ്ശൂരിലെ വീട്ടിൽ ഉഷയുമൊത്ത് ഒതുങ്ങിക്കഴിയുന്നു. വാർദ്ധക്യ സഹജമായ ഒരുപിടി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. തൂവാനത്തുമ്പി റിലീസ് ചെയ്തപ്പോൾ തിരുവനന്തപുരം സർക്കിളിൽ തൂവാനത്തുമ്പിയെക്കുറിച്ച് ഇടിച്ചു താഴ്ത്തുന്ന വർത്തമാനങ്ങളായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ആ കാലത്ത് ഫിലിനൈറ്റ് എന്ന് പറഞ്ഞ വാരികയുടെ തിരുവനന്തപുരം ലേഖകനായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഗാന്ധിമതി ബാലൻ്റെ ഓഫീസിൽ പോയിട്ട് ഗാന്ധിമതി ബാലൻ ചേട്ടനെ കണ്ടിട്ട് തൂവാനത്തുമ്പികളുടെ പരസ്യം വാങ്ങിയത്. ഒരു ബാക്ക് പേജ് പരസ്യം എനിക്ക് തോന്നുന്നു 350 രൂപ, 3500 രൂപയെന്ന് തോന്നുന്നു. ആ 3500 രൂപയ്ക്ക് പരസ്യം പിടിച്ചാൽ എനിക്ക് 350 രൂപ കിട്ടും. അപ്പോൾ ഒരു വൈമനസ്യമില്ലാതെ ഞാൻ ചെന്നിങ്ങനെ ഒരു പരസ്യം തന്ന് സഹായിക്കണമെന്നു. അപ്പം തന്നെ ഒരു ഡിസൈൻ എടുത്ത് തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോഹൻലാൽ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്ന ആ തോളിൽ തൂക്കിയിരിക്കുന്ന വട്ടിയെ കേട്ട് നിൽക്കുന്ന
ഡിസൈനുള്ള പരസ്യമാണ് തന്നത്. കൊളോണിയാണെന്ന് ചെയ്തത്. അങ്ങനെ 3500 രൂപ ഇട്ടുകൊണ്ട് തൂവാനത്തുമ്പിയിൽ നിന്ന് 350 രൂപ കിട്ടിയ ആളാണ് ഞാൻ. പക്ഷേ തിരുവനന്തപുരത്തെ ബെൽറ്റ് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിരുവനന്തപുരത്ത് ഇപ്പോൾ മോഹൻലാലായാലും ഗാന്ധിമതി ബാലനായാലും പത്മരാജനായാലും ഇവരെല്ലാം തിരുവനന്തപുരത്തുകാരല്ലേ. ക്യാമറമാൻ വേണു ആയാലും എല്ലാവരും തിരുവനന്തപുരത്തുകാരാണ്. പക്ഷേ തിരുവനന്തപുരം സർക്കിളിൽ തൂവാനത്തുമ്പിയെ ഇടിച്ചു താഴ്ത്തുന്ന വർത്തമാനങ്ങളായിരുന്നു എന്ന് പറയുന്നു. എന്തോന്ന് ക്യാരക്ടറുടെയാ ക്ലാര എന്ന് തിരുവനന്തപുരത്ത് പലരും ചോദിച്ചു എന്ന് പറയുന്നു. വെറും ജാട ക്യാരക്ടറല്ലേ ക്ലാര എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു പ്രശസ്ത സംവിധായകൻ ഉറക്കെ പ്രഖ്യാപിച്ചു എന്നാണ് എന്താ പറയുക, ഈ ക്ലാരയെ പറ്റി ഇടിച്ചു താഴ്ത്തി സംസാരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ നനച്ചിരിക്കാതെ തൃശ്ശൂരിൽ നിന്നൊരു സംവിധായകൻ പത്മരാജനെ വിളിച്ചു. ഹൃദ്യമായ പ്രതികരണമായിരുന്നു. തൂവാനത്തുമ്പി കണ്ടിട്ട് വിളിച്ചതാണ്. വളരെ മനോഹരമായ സിനിമയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സംവിധായകൻ സംസാരിച്ചു. സിനിമാ രംഗത്ത് നിന്നും വന്ന ഏക നല്ല അഭിപ്രായം എന്നാണ് അനന്തപത്മനാഭൻ പറയുന്നത്. പത്മരാജ സാർ പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ പപ്പൻ പറയുന്നത്. സത്യൻ അന്തിക്കാടായിരുന്നു അത്. സത്യേട്ടനാണ് വിളിച്ച് പപ്പേട്ട തൂവാനത്തുമ്പികൾ മനോഹരമായ സിനിമയാണ് എന്ന് പറഞ്ഞ ഏക സിനിമാക്കാരൻ സത്യൻ അന്തിക്കാടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് വന്ന പത്മരാജൻ്റെ ഓരോ പടത്തിൻ്റെയും അന്തിക്കാടിൻ്റെ പ്രതികരണത്തിനായി പത്മരാജൻ കാത്തിരിക്കുമായിരുന്നു. ഞാൻ ഗന്ധർവൻ റിലീസായപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ വിളി കാത്ത് അച്ഛൻ ഇരുന്നതിന് ഞാൻ സാക്ഷി എന്നാണ് മകൻ അനന്തപത്മനാഭൻ പറയുന്നത്. ഒരു നല്ല കലാസൃഷ്ടി തിരിച്ചറിയപ്പെടാൻ അത് സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് സാധിച്ചില്ല എന്ന് വരാം. അത് തിരിച്ചറിയാൻ മറ്റൊരു കാലം വേണ്ടി വരും, മറ്റൊരു തലമുറ തന്നെ ചിലപ്പോൾ പിറക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം തിരസ്കാരങ്ങളിൽ കലാകാരൻ ഹതാശൻ ആകരുത് എന്നാണ് പത്മരാജൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ എക്സാമ്പിളാണ് തൂവാനത്തുമ്പി. കാലം തെറ്റി വന്ന സിനിമയായതുകൊണ്ടായിരിക്കാം. തൂവാനത്തുമ്പി തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് ഒരു നല്ല പ്രതികരണമല്ല ആ പടത്തിനുണ്ടായത്. പക്ഷേ കഴിഞ്ഞ 10-35 വർഷക്കാലമായി മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും റൊമാൻറ്റിക്കായ 10 പടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പവർഫുള്ളായ ഒരു ലേഡി ഏതൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ചർച്ച ചെയ്താൽ അതിൽ ഒക്കെ തൂവാനത്തുമ്പികളുണ്ട്, അല്ലെങ്കിൽ ക്ലാരയുണ്ട് എന്ന് പറയാം. തീർത്തും സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് ഞാനീ പറയുന്നത്. കാലം തെറ്റി വന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് അന്ന് തിയേറ്ററിൽ കളക്ഷൻ ആവാത്തത്. പക്ഷേ പിന്നെ അതിനുശേഷം തൂവാനത്തുമ്പികൾക്ക് ശേഷം ജനിച്ചവർ പോലും ക്ലാരയെയും ജയകൃഷ്ണനെയൊക്കെ ഇഷ്ടപ്പെടുന്നു, രാധയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. യേശുദാസിൻ്റെ തരംഗ നിസരിയിൽ അധ്യാപകനായിരുന്നു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അദ്ദേഹം ആൾ ഇന്ത്യ റേഡിയോയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് തരംഗ നിസരി യേശുദാസ് തുടങ്ങിയ സംഗീതം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ അധ്യാപകരായിരുന്നു. അദ്ദേഹത്തിന് AARൽ ജോലി കിട്ടി. തന്നെ യേശുദാസ് വിടില്ലേ എന്ന സന്ദേഹത്താൽ, തരംഗസിരി അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ഇത് മതിയാക്കി അങ്ങ് AAR പോയി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ യേശുദാസ് ചോദിച്ചാൽ ചിലപ്പോൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ സാധു മനുഷ്യൻ, നല്ല മാന്യനായ മനുഷ്യൻ, അദ്ദേഹം ജോലി കിട്ടിയ വിവരം യേശുദാസിനോട് പറയാതെ ഒരു രാജിക്കത്ത് എഴുതി തരംഗിണിയിലെ ചുമതലക്കാരനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം AARൽ ജോലി തേടിപ്പോയി. തൂവാനത്തുമ്പികളിലൂടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിനെ സിനിമാ സംഗീത സംവിധായകനാക്കി പത്മരാജൻ. വിദേശ യാത്ര കഴിഞ്ഞു വന്ന ദിവസം റെക്കോർഡിങ്ങിന് യേശുദാസ് സ്റ്റുഡിയോയിൽ പാടാൻ വന്നു. പെരുമ്പാവൂരിനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോടൊരു വാക്ക് പറയാതെ പോയല്ലോ. എന്നാൽ ക്ഷിപ്രകോപിയുടെ അല്ലേ യേശുദാസ്, കൊച്ചു പ്രശ്നം മതിയല്ലോ. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ കീഴിൽ എൻ്റെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ എന്നോട് ചോദിക്കാതെ, അല്ലെങ്കിൽ എന്നോട് രാജിവെക്കുകയാണെന്ന് പറയാതെ ആൾ ഇന്ത്യ റേഡിയോയിൽ ഉദ്യോഗസ്ഥനായ എൻ്റെ ചുരുക്ക് യേശുദാസിനുണ്ടായിരുന്നു. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് പാട്ട് പഠിപ്പിക്കുമ്പോൾ പെരുമ്പാവൂരിൻ്റെ അസിസ്റ്റൻറ്റ് മോഹൻ സിത്താരയോടാണ് യേശുദാസ് സംശയങ്ങൾ ചോദിക്കുന്നത്. സംഗീത സംവിധായകനോട് ചോദിക്കില്ല. പകരം അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്ന തരംഗ നിസരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ മോഹൻ സിത്താരയോടാണ് യേശുദാസ് സംശയങ്ങൾ ചോദിക്കുന്നത്. ഒന്നാം രാഗം പാടി എന്ന ഗാനം ജി വേണുഗോപാലിനെ കൊണ്ട് പെരുമ്പാവൂർ ട്രാക്ക് പാടിച്ചു വച്ചിരുന്നു. പാട്ട് 1-2 ആവർത്തി കേട്ട ശേഷം യേശുദാസ് പറഞ്ഞു, ഇത് തന്നെ മതിയല്ലോ, നന്നായി പാടിയിരിക്കുകയല്ലേ എന്നായി യേശുദാസ്. അങ്ങനെ നനച്ചിരിക്കാതെ വേണുഗോപാലിന് മനോഹരമായ ഒരു പാട്ട് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും പറയുന്ന ആളല്ല യേശുദാസ് എന്നാണ് പലരും പറയാറ്. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയ പാട്ടുകാരൻ നന്നായി പാടി വെച്ചിരിക്കുന്ന ഈ ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ട് കേട്ടപ്പോൾ
അത് മതി, അത് നന്നായിട്ട് ആ ചെറുപ്പക്കാരൻ പാടിയിട്ടുണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് ആ പാട്ട് യേശുദാസ് പാടിയില്ല. അങ്ങനെയാണ് വേണുവിന് ആ പാട്ട് കിട്ടിയത്. അടുത്ത പാട്ടെന്ന് പറയുന്നത് മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം എന്നുള്ള പാട്ടായിരുന്നു. യേശുദാസ് പാടാനായിട്ട് പാട്ട് പഠിച്ചു. തുടക്കത്തിലെ വിരുത്തം നേരെ പകുതിയാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മതിച്ചു, ഓക്കെ ചെയ്യാം. രാത്രി വൈകിയാണ് പാട്ട് പാടിത്തീർന്നത്. പാടിത്തീർന്ന് അതിൻ്റെ കമൻറ്റോ ഒന്നും പറയാൻ നിൽക്കാതെ, അല്ലെങ്കിൽ മനോഹരമായ പാട്ടാണെന്നോ അല്ലെങ്കിൽ രവീന്ദ്രനാഥ് നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും പറയാതെ അദ്ദേഹം പാട്ട് പാടി ഓക്കെ, മ്യൂസിക് ഡയറക്ടർ ഓക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ പാടിയത് എനിക്ക് തൃപ്തിയായില്ല, ഒന്നുകൂടി പാടണം. ഈ സമയം അദ്ദേഹം ഒന്നുകൂടി പാടാൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ, ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം കൺസോളിലേക്ക് പോയപ്പോൾ ഈ ഭരതൻ അവിടേക്ക് വന്നു. മദ്രാസിൽ AVMലാണ് ഭരതൻ വന്നു. പക്ഷേ പാടാൻ വന്ന യേശുദാസ് പാട്ട് പാടുന്നില്ല. പകരം ആ കണ്ണാടി കൂടുതൽ ക്യാബിനിൽ കയറിയിരുന്ന് പാട്ടിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അക്ഷമനായിരിക്കുന്ന പത്മരാജനോട് ഭരതൻ പറഞ്ഞു, ഇടപെട് പപ്പാ, ഇതിപ്പോൾ നേരം വെളുപ്പിക്കും, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ക്യാബിനിലിരുന്ന് നേരം വെളുപ്പിക്കും, നീ ഇടപെട്, നീയല്ലേ സംവിധായകൻ എന്ന് ഭരതൻ ചൂടായി പറഞ്ഞു. പത്മരാജൻ കൺസോളിൽ നിന്ന് എണീറ്റു. എന്തോ ഒരു ഉറച്ച തീരുമാനം ആ കൺസോളിൽ നിന്ന് എണീക്കുമ്പോൾ പത്മരാജൻ എടുത്തിരുന്നു. അദ്ദേഹം തിയേറ്ററിനുള്ളിലേക്ക് കയറി. കണ്ണാടി കൂടിനുള്ളിൽ പാട്ട് വായിച്ച് ഗാനഗന്ധർവനിരിക്കുക. ഒരു പ്രത്യേക സ്റ്റൈലിൽ പത്മരാജൻ കൈയും കെട്ടി നിന്നു. എന്തും സംഭവിക്കാം. ഉടക്കിൻ്റെ സൂചന കിട്ടിയാൽ അകത്ത് കയറി ഇടപെടാൻ റെഡിയായി. ഭരതൻ കൺസോളിൽ നിന്ന് കണ്ണാടിയിലൂടെ നോക്കി നിന്നു. എവിടെയൊക്കെയോ ഭരതേട്ടന് യേശുദാസിനോടൊരു ചുരുക്കമുണ്ട്. അതുകൊണ്ടാണ് ദേവരാഗമൊക്കെ ചെയ്തപ്പോൾ ജയചന്ദ്രനെ കൊണ്ട് പാടിച്ചത്. അപ്പോൾ ഇപ്പോൾ പത്മരാജൻ യേശുദാസിനോട് നിങ്ങൾ പാടുന്നോ, ഇല്ലേ, അത് പാടുന്നില്ലെങ്കിൽ നിങ്ങളൊരിക്കൽ പോകുന്നോ, എന്തെങ്കിലും പറയുകയും അങ്ങനെ അവർ തമ്മിൽ സംസാരം തെറ്റുകയാണെങ്കിൽ അതിലിടപെടാനായി ഗ്ലാസ്സിലൂടെ നോക്കി ഭരതനും നിന്നു. യേശുദാസ് എണീറ്റ് മൈക്കിന് മുന്നിലേക്ക് പോയി. ഒറ്റ ടേക്കിൽ മനോഹരമായി അദ്ദേഹം നേരത്തെ പാടി വെച്ചതിൻ്റെ ഒരു 100 ഇരട്ടി മനോഹരമായി പാടി. അത് അവിടെയൊക്കെയാണ് ഈ ദാസേട്ടനെ നമ്മൾ നമിച്ചു പോകണം. അവിടെയൊക്കെയാണ് ദേ കിടക്കുന്നു നിങ്ങളുടെ പാട്ട് എന്ന് പറയാതെ പറഞ്ഞിട്ട് യേശുദാസ് ഇറങ്ങുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു. റഷസ് കണ്ടിട്ടാണ് അതിൻ്റെ പാട്ട് എഴുതിയത്. അതായത് പാട്ട് പടം തുടങ്ങും മുമ്പ് റെക്കോർഡ് ചെയ്തില്ല. സ്ക്രിപ്റ്റൊക്കെ എഴുതി ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ ഷോട്ടുകൾ എടുത്തു വെച്ചു. ഇപ്പോൾ വടക്കുന്നാഥിൻ്റെ മുന്നിലൂടെ മോഹൻലാലും ജയകൃഷ്ണനും രാധയും കൂടെ നടന്നു വരുന്നു, പാർവതിയായിട്ട് നടന്നു വരുന്ന ഷോട്ട്, അങ്ങനെ കുറേ ഷോട്ട് എടുത്തു വെച്ചിരുന്നു. ഈ എടുത്തു വെച്ചിരുന്ന ഷോട്ടുകൾ മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടാണ് ഇതിനു പറ്റിയ വരികൾ എഴുതാൻ ഏൽപ്പിച്ചത്. അതൊരു പുതിയ പരീക്ഷണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണൻ, ക്ലാര, രാധ. ആദ്യ ഷെഡ്യൂള് തൃശ്ശൂർ ടൗണിലായിരുന്നു ആദ്യത്തെ ഷെഡ്യൂൾ. രണ്ടാമത്തെ ഷെഡ്യൂള് ഒറ്റപ്പാലത്ത് ആ പ്രശസ്തമായ തറവാട്ടിലായിരുന്നു. മൂന്നാമത്തെ ഷെഡ്യൂള് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ക്ലാരയെ അവസാനമായി കാണുന്ന സീനൊക്കെ. ഇതിനിടയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജോൺ എബ്രഹാം കോഴിക്കോട്ട് ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് വീണു മരിക്കുന്നത്. ചിത്രീകരണം നടക്കുമ്പോൾ നിർത്തിവെച്ചിട്ട് ഷൂട്ടിംഗ് ക്രൂ മൊത്തം റീത്തുമൊക്കെ ആയിട്ട് കോട്ടയത്തേക്ക് കൊണ്ടുവരുന്ന ചലനമറ്റ ജോൺ എബ്രഹാമിനെ കാത്തുനിന്ന് അന്ത്യോപചാരം നൽകിയത് തൂവാനത്തുമ്പികളെപ്പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. ഒന്നാം രാഗം പാടി എന്ന പാട്ടിൻ്റെ ചിത്രീകരണം നടക്കുന്നു. മോഹൻലാലും പാർവതിയുമാണ് ആ സീനിലുള്ളത്. അവർക്ക് വരികൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സുരേഷ് ഉണ്ണിത്താൻ. പെട്ടെന്ന് സുരേഷ് ഉണ്ണിത്താൻ അറിയുന്നില്ല, പുറകെ കൂടെ വന്ന പത്മരാജൻ സുരേഷ് ഉണ്ണിത്താനെ പിടിച്ച് ഒരൊറ്റ തള്ളുകളി. ഈ പെട്ടെന്ന് തള്ളിയപ്പോൾ ആ തള്ളിൻ്റെ ഊക്കിലും തള്ളുന്നത് പത്മരാജനായതുകൊണ്ടും അന്ന് മെലിഞ്ഞ ഉണ്ണിത്താനായതുകൊണ്ടും ദൂരേക്ക് തെറിച്ച് വീണു ഉണ്ണിത്താൻ. ഒന്നും മനസ്സിലായില്ല എന്താണെന്ന്. നോക്കുമ്പോൾ അദ്ദേഹം വരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള തെങ്ങിൽ നിന്നൊരു ഓല, ഉണങ്ങിയ ഓല ഇങ്ങനെ താഴേക്ക് വരികയായിരുന്നു. ആ മടൽ വന്ന് തലയിൽ അടിച്ചിരുന്നുവെങ്കിൽ ഉണ്ണിത്താൻ ആശുപത്രിയിലായനെ. അത് കണ്ട ഗുരുനാഥനായ പത്മരാജനാണ് പിടിച്ച് തള്ളിയത്. വാടാനപ്പള്ളി കടപ്പുറത്തായിരുന്നു മേഘം പൂത്തു തുടങ്ങി എന്ന് പറഞ്ഞ പാട്ട് ചിത്രീകരിച്ചത്. ആദ്യത്തെ ദിവസം ഭംഗിയായിട്ട് ഷൂട്ടിംഗ് നടന്നു. മോഹൻലാലും സുമലതയുമായിട്ട് ആ കടലിലെ സീനുകൾ ഞാൻ ഇപ്പോൾ വീണ്ടും അത് എടുത്തിട്ട് കണ്ടു. രണ്ടാം നാൾ ചിത്രീകരണത്തിനായി കടപ്പുറത്തെത്തുമ്പോൾ അവിടെ ആകെ ഒരു നിശബ്ദത തളം കെട്ടിയിരിക്കുന്നു. ആരും സംസാരിക്കുന്നില്ല. തലേദിവസം രാത്രി അപ്രതീക്ഷിതമായി ആ കടപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഷൂട്ടിംഗ് നടക്കില്ല.
കാരണം അടിക്ക് തുടിക്കുക പോയ ഒരു ചെറുപ്പക്കാരൻ പോയിടത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണേ. പിറ്റേന്ന് മോഹൻലാലിന് ലൊക്കേഷൻ വിടണം. നാളെ കൊണ്ട് മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് തീരുകയാണ്. കാരണം അദ്ദേഹം മറ്റന്നാൾ മുതൽ കോയമ്പത്തൂർ ആര്യ വൈദ്യശാലയിൽ ചികിത്സയ്ക്കായി പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ മൊത്തം മുടങ്ങും. കാരണം ഇന്ന് ഷൂട്ട് ചെയ്തില്ല എങ്കിൽ മോഹൻലാൽ നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തോളമുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ മാസങ്ങളെടുക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ഷൂട്ട് ചെയ്യ്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് അവൻ്റെ ആത്മാവിന് ശാപം പിടിക്കേണ്ട, ഒച്ചപ്പാടില്ലാതെ ചിത്രീകരിക്കണം. അവർ അനുവദിച്ചത് അവരുടെ മര്യാദ എന്നാണ് പത്മരാജൻ പറഞ്ഞത്. ബഹളമില്ലാതെ ചിത്രീകരിക്കേണ്ടത് നമ്മുടെ മര്യാദ. വല്ല പ്രശ്നവും ഉണ്ടായാൽ കടപ്പുറമാണ് പത്മരാജൻ തൻ്റെ ക്രൂവിനോട് പറഞ്ഞു. രാത്രി 10 മണി കഴിഞ്ഞും ചിത്രീകരണം തുടരുകയാണ്. സുരേഷ് ഉണ്ണിത്താൻ, അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് ഉണ്ണിത്താനെ വിളിച്ചിട്ട് മോഹൻലാൽ പറഞ്ഞു, എനിക്ക് നല്ല ബാക്ക് പെയിനുണ്ട്, നടുവേദനയുണ്ട്, പരമാവധി വേഗം എന്നെ എടുത്തു വിടണം എന്ന് പറഞ്ഞു. ആ സമയത്താണ് അദ്ദേഹം ആ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. വിവരം സുരേഷ് ഉണ്ണിത്താൻ പത്മരാജനോട് പറഞ്ഞു. അദ്ദേഹം വന്ന് തിരക്കി, എന്ത് പറ്റിയില്ലാലേ എന്ന് തിരക്കി. സാരമില്ല പപ്പേട്ടൻ പോയി ഷൂട്ടി എന്ന് പറഞ്ഞിട്ട് ആ വേദന കടിച്ചമർത്തി മോഹൻലാൽ കടപ്പുറത്ത് മണലിൽ കിടന്നു. എത്ര ഡെഡിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇവിടെ തെർമോക്കോൾ ദേഹത്ത് തട്ടിയാൽ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറയുന്ന വീരശൂര പരാക്രമികളായ നായകന്മാരുള്ള നാടാണ്. ഇവിടെ ഒരു നായകൻ പറഞ്ഞതാണ്, തെർമോക്കോൾ അറിയാതെ ലൈറ്റിൻ്റെ ഒരു ചെറുപ്പക്കാരൻ ഒരു തെർമോക്കോൾ കൊണ്ടിപ്പം മുതുകിലിവിടെ തട്ടിയപ്പോൾ അവിടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ ആളുണ്ട് ഇവിടെ. ആ നാട്ടിലാണ് സഹിക്കാൻ വയ്യാത്ത വേദന, നടുവേദന ഉണ്ടായിട്ട് പോലും ചിത്രീകരണം നടക്കട്ടെ പപ്പേട്ട, അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേദന കടിച്ചമർത്തി കടപ്പുറത്തെ മണലിൽ കിടന്ന മോഹൻലാലാണ് തൂവാനത്തുമ്പികളിലെ ഈ മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ടിൽ സുമലതയുമായിട്ട് കടപ്പുറത്തൂടി ആടി ഉല്ലസിച്ച് പാടുന്നതെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം അദ്ദേഹത്തെ. എന്തായാലും സുമലതയുമായുള്ള കടപ്പുറത്ത് പ്രേമം പൂത്തു തുടങ്ങി എന്നുള്ള, അല്ലെങ്കിൽ മേഘം പൂത്തു തുടങ്ങി എന്നുള്ള ആ ഗാനരംഗം നിങ്ങളെല്ലാവരും ഒന്നുകൂടി കണ്ടു നോക്കണം. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ നടൻ എത്ര മനോഹരമായി ഈ പെയിൻ വെച്ചോണ്ട്, നടുവേദന വെച്ചോണ്ട്, ബാക്ക് പെയിൻ വെച്ചോണ്ട് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് നോക്കണം. തൻ്റെ ശാരീരിക വേദന മറന്ന് ആ മഹാനടൻ ആ ഷോട്ടുകളിൽ കാണിക്കുന്ന കുസൃത്തരങ്ങൾ, എത്ര നല്ല നടനായാലും ശരി അത്തരം കുസൃത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല. കാരണം മൊത്തം അനങ്ങാൻ വയ്യല്ലോ വേദന. തൂവാനി തുമ്പികളിൽ ക്ലാരയുടെ കത്തുമായി ഒരു മഴയത്ത് വരുന്ന പോസ്റ്റ്മാനുണ്ട്. മണ്ണാർത്തോടിയിൽ കത്തുമായിട്ട് വരുന്ന, സൈക്കിളിൽ വരുന്ന ഒരു മഴയത്ത് വരുന്ന പോസ്റ്റ്മാൻ. ക്ലാരയുടെ കത്ത് വരുമ്പോഴും അല്ലെങ്കിൽ ക്ലാര വരുമ്പോഴൊക്കെ മഴയാണല്ലോ. അപ്പോൾ ആ പോസ്റ്റ്മാൻ്റെ സീനിൽ അഭിനയിക്കാൻ ഒരു പോസ്റ്റ്മാൻ ആവാൻ ഒരാൾ വേണം. തൂവാനത്തുമ്പികളിലെ വസ്ത്രാലങ്കാരം ഇന്ദ്രൻസാണ്. പോസ്റ്റ്മാനായി സുരേന്ദ്രൻ അഭിനയിക്കട്ടെ, അല്ലെങ്കിൽ സുരേന്ദ്രൻ വരട്ടെ എന്നായി പത്മരാജൻ. താല്പര്യമില്ലാതെ നിന്ന ഇന്ദ്രൻസ് പത്മരാജൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആ ചെറിയ വേഷം ചെയ്തു. ഇനി കണ്ടാൽ തൂവാനത്തുമ്പി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൊടക്കമ്പി പോലെ സൈക്കിളിൽ വരുന്ന ഇന്ദ്രൻസ്. എനിക്ക് മനോഹരമായി തോന്നുന്ന ചില, എന്താ പറയുക, തൂവാനത്തുമ്പികളിലെ ചില രംഗങ്ങളുണ്ട്. എവിടുന്നാ ഇത് എന്ന് ചോദിച്ചു. ഒരുപാട് ദൂരെ ഒരിടത്ത് നിന്ന്. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ജയകൃഷ്ണൻ ക്ലാരയോട് ചോദിക്കുകയാണ്, അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അല്ല, കല്യാണം ആയില്ലേ? ഇല്ല, അന്ന് പറഞ്ഞതനുസരിച്ച് രാധയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണമല്ലോ. കഴിഞ്ഞു. അപ്പോൾ അത് ക്ലാര കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നോ? പിന്നെ എന്താ ഇനി വൈകിക്കുന്നേ? വൈകിക്കുന്നില്ല, അടുത്ത മാസം വിവാഹം ഉണ്ടാകും. തീയതി നിശ്ചയിക്കുന്നതിൻ്റെ തിരക്കായി ഇവിടെ. അപ്പോൾ അടുത്ത മാസം ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലേ എന്ന് ക്ലാര ചോദിച്ചു. നമ്മുടെ ഒരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ? രാധ മണ്ണാർത്തോടിയിൽ വരുന്നതുവരെ നമ്മൾ തമ്മിൽ കാണുള്ളൂ എന്ന്. ഓർമ്മയുണ്ട്. ഞാൻ വരാം എന്ന്, ഏത് ട്രെയിനിൽ വരുമെന്ന് ഞാൻ ടെലിഗ്രാം ചെയ്യാം. അന്നത്തെ പോലെ വരുമല്ലോ, അതോ വരാതിരിക്കുമോ? വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വരും, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു വെച്ചു. ക്ലാര വാക്കുപാലിച്ചു. ജയകൃഷ്ണൻ്റെ മനസ്സ് ത്രസിച്ചു. അയാൾ ഭാവി വധു രാധയോട് വിവരം പറഞ്ഞു, ക്ലാര വരുന്നു. ജയേട്ടന് പോകാതിരിക്കാമല്ലോ എന്നായി അവളുടെ അനിഷ്ടം, മനസ്സിലുള്ള അനിഷ്ടം പ്രകടിപ്പിക്കുന്ന രീതിയിൽ അവൾ ചോദിച്ചത്. പക്ഷേ പോകാതിരിക്കാൻ ജയകൃഷ്ണന് കഴിഞ്ഞില്ല. മലയാളത്തിലെ
കൾട്ട് ക്ലാസിക്കായി നിലനിൽക്കുന്ന ചിത്രമാണ് തൂവാനത്തുമ്പികൾ. മോഹൻലാലിൻ്റെ തൃശ്ശൂർ ഭാഷ വളരെ ബോറാണെന്ന് നമ്മളെ രഞ്ജിത്ത് അടക്കം പറഞ്ഞല്ലോ. എല്ലാവരും മികച്ചതെന്ന് പറയുന്ന തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത് വളരെ ബോറാണ്. പത്മരാജനോ മോഹൻലാലോ ശ്രദ്ധിക്കണമായിരുന്നു, അതിൽ ഭാഷ അനുകരിക്കുകയാണ് ചെയ്തത് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അതിൻ്റെ നിർമ്മാതാവായ സ്റ്റാൻലി പറഞ്ഞത്, രഞ്ജിത്ത് ഭാഷാ ഗവേഷകനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നും സ്വന്തം പണി ചെയ്യുന്നതാണ് അയാൾക്ക് നല്ലതെന്നും തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവായ സ്റ്റാൻലിയെ കൊണ്ട് പറയിപ്പിച്ചു. എന്തിനാണ് രഞ്ജിത്ത് ഇപ്പോൾ അതെടുത്ത് കമൻ്റ് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ഭംഗിയായാണ് മോഹൻലാൽ സിനിമയിൽ ചെയ്തതെന്നും നിർമ്മാതാവായ സ്റ്റാൻലി പറയുന്നു. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചാലോ എന്ന് തൃശ്ശൂർ ഭാഷയാണോ അല്ലയോ എന്നതിന് ഉത്തരം തരേണ്ടത് ഭാഷാ ശാസ്ത്രജ്ഞന്മാരാണ്. രഞ്ജിത്തിന് ആ പണിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും നമ്മളതിനെ അങ്ങനെ ഒരാളെ കയറൂരി വിട്ടിട്ട് കാര്യമില്ല എന്നും പി സ്റ്റാൻലി പറയുന്നു. പി സ്റ്റാൻലിയെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സ്റ്റാൻലി കൊല്ലത്താണ് ജനിച്ചത്. ഫിലിം ഡയറക്ഷനിൽ പരിശീലനം നേടിയ ശേഷം 1966 മുതൽ എ വിൻസെൻ്റ് മാസ്റ്ററുടെ സഹസംവിധായകനായി 30 വർഷം സ്റ്റാൻലി പ്രവർത്തിച്ചു. വരദക്ഷിണ, മോചനം, തീക്കളി, തൂവാനത്തുമ്പികൾ 4 സിനിമകൾ നിർമ്മിച്ചു. രാജൻ പറഞ്ഞ കഥ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, വയനാടൻ തമ്പൻ എന്നീ 3 സിനിമകളുടെ വിതരണക്കാരനായി. സ്റ്റാൻലി നിർമ്മിച്ച തൂവാനത്തുമ്പികൾ കാന്തിമതി ബാലനാണ് വിതരണത്തിനെടുത്തത്. സ്റ്റാൻലിയുടെ സാമ്പത്തിക പരിമിതിയാണ് ഗാന്ധിമതിയെ കൊണ്ട് വിതരണം പത്മരാജൻ എടുപ്പിച്ചത്. ചിത്രീകരണത്തിനിടയിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ മോഹൻലാൽ തന്നെ കാശ് കടമായി നൽകിയാണ് ചിത്രീകരണം മുമ്പോട്ട് കൊണ്ടുപോയത്. സിനിമ തിയേറ്ററിൽ വിജയമായില്ല. കാലം തെറ്റി വന്ന സിനിമയായി എന്ന് പറയാം. നായകൻ്റെ ഇരട്ട വ്യക്തിത്വം, അഭിസാരികയുമായുള്ള പ്രണയം ഒക്കെയാണ് അന്ന് തൂവാനത്തുമ്പികളെ പിന്നോട്ടടിച്ചത്. എന്നാൽ കാലം തൂവാനത്തുമ്പിയെ മലയാളത്തിലെ ക്ലാസിക് സിനിമയായി വിലയിരുത്തി. ജയകൃഷ്ണനും രാധയും ഒന്നിക്കണം എന്നതിനേക്കാൾ ജയകൃഷ്ണൻ്റെ ക്ലാരയാകണം എന്ന് പ്രേക്ഷകർ കൊതിച്ച സിനിമയായിരുന്നു തൂവാനത്തുമ്പികൾ. ക്ലാര എന്ന് ആരെങ്കിലും ഒരാൾ ക്ലാര എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ പേര് പറയുന്നു വെച്ചോളൂ, പക്ഷേ മലയാളിയുടെ മനസ്സിൽ പെട്ടെന്ന് സുമലതയുടെ മുഖം തെളിഞ്ഞു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്ക് അവിസ്മരണീയമായാണ് സുമലത ആ വേഷം ചെയ്തത്. ഉസ്താദ് പോലുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി വേഷങ്ങൾ പിന്നെയും മലയാള സിനിമയിൽ വന്നെങ്കിലും തൂവാനത്തുമ്പികളിലെ മണ്ണാർത്തൊടി ജയകൃഷ്ണൻ ഇന്നും വ്യത്യസ്തനായി നിൽക്കുന്നു. ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ എന്ന നിറഞ്ഞ ചിരിയോടുള്ള ജയകൃഷ്ണൻ്റെ ചോദ്യം പ്രേക്ഷകർ ഇന്നും മറക്കാനിടയില്ല. 1987 ജൂലൈ 31 തൂവാനത്തുമ്പികൾ തിയേറ്ററിലെത്തിയത്. ഒരു കുഞ്ഞ് അവാർഡ് പോലും തൂവാനത്തുമ്പികൾ നേടിയില്ല. പക്ഷേ 36 വർഷം പിന്നിട്ടിട്ടും തൂവാനത്തുമ്പികളും മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണനും ക്ലാരയും രാധയും തങ്ങളുമൊക്കെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. അവാർഡുകൾ ഈ പറയുന്ന 1987 സംസ്ഥാന അവാർഡ് അല്ലെങ്കിൽ ദേശീയ അവാർഡ് വാങ്ങിയ മലയാള സിനിമകളിലെ പലതും ഏത് സിനിമയാണെന്ന് പോലും പ്രേക്ഷകൻ അറിയാത്ത കാലത്തും തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ കാലാതിവർത്തിയായി നിലനിൽക്കുന്നു. പി പത്മരാജൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അരപ്പട്ടകെട്ടി ഗ്രാമം ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരിടത്തൊരു ഫയൽമാൻ ഉൾപ്പെടെ പെരുവഴി അമ്പലം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ തൂവാനത്തുമ്പികൾ എന്നും വ്യത്യസ്തമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ പറയുന്ന ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണൻ്റെ ഈ ഇരട്ട വ്യക്തിത്വവും ക്ലാര എന്ന് പറഞ്ഞ ഒരു അഭിസാരിക, ഒരു വേശ്യയായി തള്ളിക്കളയാമായിരുന്ന ഒരു കഥാപാത്രം ക്യാരക്ടറുള്ളൊരു കഥാപാത്രമായി മാറുകയും മനോഹരമായ പൊയറ്റിക്കായ ഒരു അവസാനത്തിൽ കൊണ്ടുവന്ന് തൂവാനത്തുമ്പികൾ നിർത്താൻ കഴിഞ്ഞതുമൊക്കെ ആകണം ഇന്നും 35 വർഷം കഴിഞ്ഞിട്ടും തൂവാനത്തുമ്പികൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അനശ്വരനായ പി പത്മരാജൻ സാർ, ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞിട്ട് ഹരികുമാർ സാറുമായിട്ട് പൂജപ്പുരയിലുള്ള പത്മരാജൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കും. അവിടെ ആയിട്ട് ആളുകൾ നിൽപ്പുണ്ട്. അവിടേക്ക് കോളേജിൽ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ മാധവിക്കുട്ടിയെ MG രാധാകൃഷ്ണൻ ചെന്ന് ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യത്തോടെ അല്ലെങ്കിൽ ഒരു അമ്മാവൻ്റെ സ്നേഹവാത്സല്യത്തോടെ ഇങ്ങനെ തോളിലൂടെ പിടിച്ചു കൊണ്ടിരുന്ന കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ അയാതെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ
എന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുന്ന അനന്തപത്മനാഭൻ. ഈ കാഴ്ചകളെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ പപ്പൻ ആ അച്ഛനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്യാൻസർ ബാധിതനായി മരിച്ച മകനെക്കുറിച്ച്. ആ മകനെ അടക്കുന്ന രംഗം ഞാൻ മരിക്കുന്നത് വരെ മറക്കില്ല. പൊന്നുപോലെ പൊന്നോമനായ ആ മോനെ കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ മൂടരുതേ എന്ന് പറഞ്ഞിട്ട് അനന്തപത്മനാഭൻ ഓടിപ്പോയിട്ട് ആ മോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മഞ്ഞ കളിപ്പാട്ടം കൊണ്ടുവന്ന് അവൻ്റെ നെഞ്ചത്ത് വെച്ച് കൊടുത്തിട്ട് ആ കുട്ടിയെ മണ്ണിട്ട് മൂടുന്ന കാഴ്ച എൻ്റെ ഹൃദയം തകർന്നു പോയെങ്കിൽ അപ്പോൾ അനന്തപത്മനാഭൻ്റെ പപ്പൻ്റെ മനസ്സെത്ര വേദനിച്ചിരിക്കുമെന്ന് ഞാൻ കൂടെ ആലോചിക്കാറുണ്ട്. ഒരുത്തർക്കും അത്തരം ഒരു വിധി നിയോഗം നൽകരുതേ എന്ന് ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അനന്തപത്മനാഭന് അല്ലെങ്കിൽ പപ്പന് കിട്ടിയ അതുപോലുള്ളൊരു നൊമ്പരങ്ങൾ മറ്റൊരാൾക്കും ഇനി കിട്ടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാൻ വേണമെങ്കിൽ എനിക്ക് പത്മരാജ സാറിനെ കുറിച്ച്. ഇപ്പോൾ ഒരു ദിവസം ഫിലിം ഫെസ്റ്റിവലിന് വന്ന ടി ആർ റസാക്ക് മദ്യപിച്ച് ഒരു ബോധവുമില്ലാതെ വന്ന ടി ആർ റസാക്കിനോട് പറഞ്ഞു, എനിക്കിപ്പോൾ പപ്പേട്ടൻ്റെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ അവസ്ഥയിലാണോ പോകണം? ഞാൻ പോവും, നിനക്ക് വരാൻ പറ്റൂല്ല എന്ന് കേട്ട് ഞാൻ പി ശ്രീകുമാർ, റസാക്ക് 3 പേരും കൂടി പപ്പേട്ടൻ്റെ വീട്ടിൽ പോയി രാധ ചേച്ചിയെ കണ്ടു. അപ്പം മദ്യത്തിൻ്റെ ലഹരിയൊക്കെ ഉണ്ടെങ്കിലും ബാലൻസ് ചെയ്തിരിപ്പുണ്ട്. മോഹൻലാൽ ചില പടങ്ങളിൽ മദ്യവെച്ചിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്തിരുന്നിട്ട് റസാക്ക് പറയാണ്, ഈ പത്മരാജനെ പോലെ ഒരാളിനെ അല്ലെങ്കിൽ പപ്പേട്ടനെ പോലെ ഒരാളിനെ ഈ ലോകത്തിട്ടിട്ട് ഒന്നിനും കൊള്ളാത്ത ഈ ദ്രോഹിയായ എന്നെ അങ്ങ് വിളിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് അയാളുടെ ആത്മരോഷം കാണണമായിരുന്നു. പത്മരാജനോടുള്ള അടങ്ങാത്ത ആഗ്രഹം അല്ലെങ്കിൽ സ്നേഹം റസാക്ക് പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവസാനം റസാക്കിനെ പൂണ്ടടങ്കം പിടിച്ച് എണീപ്പിച്ച് കൊണ്ടുപോകേണ്ടി വന്നു ഞാൻ. കാരണം അല്ലെങ്കിൽ റസാക്ക് അവിടെ പൊട്ടിത്തകരും. ഇങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ പത്മരാജൻ സാറിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. ഒപ്പം ജയകിഷനും ക്ലാരയും. അതിൽ രാധയായിട്ട് അഭിനയിച്ചത് പാർവതിയായിരുന്നു. ഉണ്ട കണ്ണൊക്കെ വെച്ച് മനോഹരമായി ചെയ്തെങ്കിലും സുമലതയുടെ ഒരു ചിരി, ക്ലാരയുടെ ഒരു ചിരി മതി ആ പടത്തിൽ നമ്മൾ അവരുടെ ആരാധികയായി മാറാൻ. എന്തായാലും ഹിറ്റുകളുടെ കഥ എന്നുള്ള ഈ പങ്ക്തിയിൽ തിയേറ്ററിൽ അത്ഭുതം സൃഷ്ടിക്കാതെ പോയ തൂവാനത്തുമ്പികൾ, 35 വർഷക്കാലമായി മലയാളി ചർച്ച ചെയ്യപ്പെടുന്ന മണ്ണാർത്തോട് ജയകൃഷ്ണൻ്റെയും ക്ലാരയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.